മദ്യനയ കേസിൽ ജയിലിൽ കഴിയുന്ന AAP കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് MPയുമായ രാഹുൽ ഗാന്ധി. ഇന്നലെ കെജ്രിവാളിന്റെ പിറന്നാൾ ദിനത്തിൽ ആശംസ അറിയിച്ചുകൊണ്ട് പങ്കുവച്ച ട്വീറ്റിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ പിന്തുണ കെജ്രിവാളിന് ഒപ്പമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. അനീതിക്കെതിരായ പോരാട്ടത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനൊപ്പം ഇന്ത്യ സഖ്യം എപ്പോഴുമുണ്ടെന്ന ഉറപ്പും രാഹുൽ ഗാന്ധി നൽകി. അരവിന്ദ് കെജ്രിവാളിന് ജന്മദിനാശംസകൾ നേർന്ന് സംസാരിക്കവെയാണ് രാഹുൽ ഇങ്ങനെ പറഞ്ഞത്. കെജ്രിവാളിന് വെള്ളിയാഴ്ചയാണ് 56 വയസ്സ് തികഞ്ഞത്. ദേശീയ തലത്തിൽ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPയെ വിറപ്പിച്ച സഖ്യത്തിന്റെ ഭാഗമാണ് കോൺഗ്രസും AAPയും. കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച BJPക്ക് പക്ഷേ ഇക്കുറി ജയം ആവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തിയപ്പോൾ AAP ഉൾപ്പെടെയുള്ള കക്ഷികൾ ശക്തമായ പിന്തുണ നൽകി. അതേസമയം AAPയുടെ ദേശീയ കൺവീനർ കൂടിയായ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി എക്സൈസ് നയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർച്ച് 21-നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. അടുത്തിടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സുപ്രീം കോടതി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ അനുബന്ധ കേസിൽ CBI അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം ജയിലിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഇടക്കാല ജാമ്യം നൽകണമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചിരുന്നില്ല. വിഷയത്തിൽ CBIയുടെ മറുപടി തേടിയ കോടതി കേസ് പരിഗണിക്കുന്നത് ഓഗസ്റ്റ് 23-ലേക്ക് മാറ്റുകയായിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്ത് 1 വർഷവും 10 മാസവും കഴിഞ്ഞ് കെജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്തത് ദുരുദ്ദേശത്തോടെയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിഭാഷകർ വാദിച്ചത്. ഇടക്കാല ജാമ്യാപേക്ഷ സമർപ്പിച്ചതായും അദ്ദേഹം കോടതിയെ ബോധിപ്പിച്ചുവെങ്കിലും തൽക്കാലം ജാമ്യം നൽകാൻ കഴിയില്ലെന്നായിരുന്നു കോടതിയുടെ നിലപാട്. അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ പ്രവർത്തനങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്ന് ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മുൻപ് പറഞ്ഞിരുന്നു. ഭരണഘടനയേക്കാൾ ശക്തരല്ല ഈ ആൾക്കാരെന്നും BJPയെ ലക്ഷ്യമാക്കി സിസോദിയ പറഞ്ഞു. നേതാക്കളെ ജയിലിൽ അടയ്ക്കുക മാത്രമല്ല, പൗരന്മാരെ ദ്രോഹിക്കുകയും ചെയ്യുന്ന സ്വേച്ഛാധിപത്യത്തിനെതിരെ ഓരോ വ്യക്തിയും പോരാടണം. നമ്മൾ രഥത്തിന്റെ കുതിരകൾ മാത്രമാണ്. നമ്മുടെ യഥാർത്ഥ സാരഥി ജയിലിലാണ്. അദ്ദേഹം ഉടൻ പുറത്തു വരുമെന്നാണ് സിസോദിയ ആത്മവിശ്വാസത്തോടെ പറഞ്ഞത്. 2021-22 കാലത്ത് നടന്ന മദ്യനയവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർച്ച് 21-നാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് ED കസ്റ്റഡിയിലിരിക്കെ ജൂൺ 26-ന് CBI അറസ്റ്റ് ചെയ്തു. കേസുമായി കെജ്രിവാൾ സഹകരിക്കുന്നില്ലെന്നും ചോദ്യങ്ങൾക്ക് മതിയായ ഉത്തരങ്ങളല്ല നൽകുന്നതെന്നും CBI റിമാൻഡ് അപേക്ഷയിൽ ആരോപിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് 4 കുറ്റപത്രങ്ങളാണ് CBI അന്ന് ഹാജരാക്കിയത്. മനീഷ് സിസോദിയ, BRS നേതാവ് K കവിത എന്നിവരടക്കം 17 പ്രതികളാണ് കുറ്റപത്രത്തിലുള്ളത്.